അതെ, ഒരു സിനിമയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ 8-10 മിനിറ്റൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പെട്ടെന്ന് കാര്യം പറഞ്ഞേക്കാം. ഇത്രേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ടിട്ട് അതിലെ കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സിനിമയിലെയും കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പ്രോഗ്രാം കണ്ട് നിങ്ങൾ ചിരിക്കാറുണ്ടോ? ഉണ്ട് എങ്കിൽ ഈ സിനിമയിലെ കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ സിനിമ മനഃപൂർവ്വം 2-3 തരത്തിലുള്ള ആളുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. ആദ്യത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓവറായിട്ടുള്ള പുരോഗമനവാദികൾ. അടുത്തത് നക്ഷത്രത്തിൻ്റെയും ജാതകത്തിൻ്റെയും പേരിൽ സ്വന്തം ഭാവി നശിപ്പിക്കുന്ന കുറേ ആളുകളും മക്കളുടെ ഭാവി നശിപ്പിക്കുന്ന കുറേ മാതാപിതാക്കൾക്കിട്ടും ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. ജാതകത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാഹാലോചനകൾ മുടങ്ങിപ്പോയ യുവാക്കൾക്ക് അവരുടെ അച്ഛനും അമ്മയെയും നിർബന്ധപൂർവ്വം കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള സിനിമകളിലെയും പ്രോഗ്രാമുകളിലെയും കോമഡി രംഗങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വിത്ത് ഫാമിലി പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണത്.